രാജ്യസഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രിയുടെ പ്രസംഗം കുടുംബം ആദ്യം രാജ്യം പിന്നീട് എന്നതാണ് കോൺഗ്രസിന്റെ നയം. തങ്ങൾക്ക് രാജ്യമാണ് പ്രധാനം. വോട്ടിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ് പ്രീണിപ്പിച്ചു. അംബേദ്കറെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ് എന്നും ഇപ്പോൾ ജയ് ഭീം എന്നുച്ചരിക്കാൻ നിർബന്ധിതരായി എന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. कांग्रेस ने राजनीति का झूठ, फरेब, परिवारवाद, तुष्टीकरण सबका गालमेल था. जहां सबका गालमेल हो वहां सबका साथ हो ही नहीं सकता. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ രാജ്യസഭയിൽ മറുപടി പറയവെയാണ് കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അംബേദ്കറിനെ അപമാനിച്ച ചരിത്രമാണ് കോൺഗ്രസിന്റേത്. എന്നാൽ ജയ് ഭീം എന്ന് ഉച്ചരിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് നിർബന്ധിതരായിരിക്കുന്നുവെന്നും മോദി വിമർശിച്ചു. അംബേദ്കറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾക്കിടെ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും ചെയ്തു. क्योंकि वो इतना बड़ा दल एक परिवार को समर्पित हो गया है, उसके लिए सबका साथ सबका विकास संभव ही नहीं है. കോൺഗ്രസിന്റേത് പ്രീണന രാഷ്ട്രീയമാണ്. വോട്ടിനു വേണ്ടി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചു. രാജ്യത്തെ വിഭജന രാഷ്ട്രീയം ഉയർത്തി. പല സർക്കാരുകളെയും അട്ടിമറിച്ചു. അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പദ്ധതിയിട്ടവരാണ് കോൺഗ്രസ് എന്നും ആ മഹാപ്രസ്ഥാനം തകർന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. ഞങ്ങൾ രാജ്യമാണ് പ്രധാനമെന്ന് പറയുമ്പോൾ കുടുംബമായിരുന്നു കോൺഗ്രസിന് പ്രധാനം. സഭയിൽ NDA സർക്കാരിന്റെ വികസന മുന്നേറ്റങ്ങളെയും നടപടികളെയും എണ്ണി പറഞ്ഞായിരുന്നു മോദിയുടെ പ്രസംഗം. OBC ദളിത് വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സർക്കാരാണിത്. 30 വർഷത്തോളം ദളിത് MPമാർ നിശബ്ദരാക്കപ്പെട്ടു രാജ്യസഭയിലെന്നും മോദി പറഞ്ഞു. तीन दशक से मेरे OBC समाज ने जिस बात के लिए मांगे की, आशाएं रखी, जिसको निराश करके रखा गया था, हमने आकर के इस आयोग को संवैधानिक ലൈംഗിക ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവരുടെ അവകാശങ്ങൾക്കായി പോരാടുകയാണ് കേന്ദ്രം. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തുവെന്നും മോദി രാജ്യസഭയിൽ വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.